നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അവാർഡുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി പേർ ഇതിനകം രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ മികച്ച സിനിമയ്ക്കും സംവിധാനത്തിനും ഉള്ള അവാർഡിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശസ്ത സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മികച്ച സിനിമയ്ക്കും സംവിധാനത്തിനുമുള്ള സംസ്ഥാന അവാർഡിനോട് കുറച്ചെങ്കിലും നീതി പുലർത്താമായിരുന്നു എന്നാണ് സനൽകുമാർ പറയുന്നത്. സിനിമ എന്നാൽ ഒരു സാമൂഹിക വിഷയത്തിന്റെ വീഡിയോ ചിത്രീകരണം എന്ന ധാരണയോടെ സിനിമയെ സമീപിക്കുന്ന ഇടപാട് ജൂറികൾ തിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്നാണ് സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വിധു വിൻസെന്റിനോട് യാതൊരു വിരോധവുമില്ല എന്നും താരങ്ങളുടെ ഒന്നും അകമ്പടിയില്ലാതെ സ്വതന്ത്രമായി സിനിമയെടുക്കാൻ ഇറങ്ങിത്തിരിച്ച സ്ത്രീ എന്ന നിലയ്ക്ക് ആദരവേ എന്നും സനൽകുമാർ പറയുന്നു. വിഷയ തീവ്രതയുടെ പേരിൽ പൊതുവികാരത്തെ ചൂഷണം ചെയ്യുന്നതിൽ മാൻഹോൾ വിജയിച്ചുവെന്നേ ഞാൻ പറയും. ചലച്ചിത്രം എന്ന കലാരൂപത്തെ ഒരു തരുമ്പെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ആ സിനിമ എന്ന് പറയാതെ പോകുന്നത് അനീതിയാകും എന്നും പറയുന്നു. ഈ അവാർഡ് വിധുവോ ആ സിനിമയോ അർഹിക്കുന്നതല്ലെന്ന തോന്നലാണ് മാൻഹോളും കഴിഞ്ഞ വർഷം ഇറക്കിയ മറ്റു മിക്ക ചിത്രങ്ങളും കണ്ടിട്ടുള്ള ആളെന്ന നിലയിൽ തോന്നുന്നത്. വിധുവിന്റെ മനസ്സ് ഈ അവാർഡിനെ ഉള്ളാലെ ആഘോഷിക്കാതിരിക്കട്ടെ എന്നും എന്റെ ഉൾപ്പെടെയുള്ള വിമർശകരുടെ വായടപ്പിക്കുന്ന രീതിയിൽ അടുത്ത ചിത്രത്തിലേക്ക് കുതിക്കട്ടെ എന്നും ആശിക്കുന്നുവെന്നും സനൽകുമാർ പറയുന്നു. കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് വിനായകന് കൊടുത്ത അവാർഡിൽ സന്തോഷമുണ്ട്. അർഹമായ അവാർഡുകൾ കിട്ടാതെ പോയ മഹേഷിന്റെ പ്രതികാരം നിരാശയുണ്ടാക്കുന്നുവെന്നും സനൽകുമാർ ഫേസ്ബുക്കിലൂടെ പറയുന്നു. മികച്ച കഥാചിത്രത്തിനുള്ള പുരസ്കാരം മാൻഹോളിന് ലഭിച്ചപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധാനത്തിനുള്ള അംഗീകാരം വിധു വിൻസെന്റിനാണ് ലഭിച്ചത്. മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ സംവിധായക കൂടിയാണ് വിധു. എന്നാൽ ചിത്രത്തിൽ അപാകതകളുണ്ടെന്നാണ് സനൽകുമാർ പറയുന്നത്. മാൻഹോളിനായിരുന്നു ശരിക്കും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കേണ്ടത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.